നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്തായി. ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസാണ് അവരെ പരാജയപ്പെടുത്തിയത്. 3-5 ഷൂട്ടൗട്ടിൽ ഫ്രാൻസിൻ്റെ വിജയം. ജാവോ ഫെലിക്സിൻ്റെ ഒറ്റ പെനാൽറ്റി പിഴച്ചു, അത് പോസ്റ്റിലടിച്ച് മടങ്ങി. അതിൽ പോർച്ചുഗൽ വീണു. ആ ഒറ്റ കാര്യത്തിൽ ഫ്രാൻസ് യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഒരൊറ്റ ഓപ്പൺ ഗോൾ പോലും ടൂർണമെൻറ്റിൽ അടിക്കാത്ത ടീമായ ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ അവസാനത്തെ യൂറോ കപ്പ് മത്സരവും കളിച്ച് മടങ്ങിപ്പോകുന്നു. തൻ്റെ അവസാന യൂറോ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ഒറ്റ ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശജനകമായിട്ടുള്ളൊരു കാര്യം ആരാധകരെ വേദനിപ്പിക്കുന്നതാണ്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തോടൊപ്പം റാഫേൽ ലിയാവോ, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരൊക്കെയാണ് ആദ്യ 11 ഉണ്ടായിരുന്നെങ്കിൽ മറുഭാഗത്ത് കിലിൻ എംബാപ്പയും രണ്ടാൽ കൊലമുവാനിയും ആൻഡോയിൻ ഗ്രീസ്മാനും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതിയിൽ ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗോളുകളൊന്നും പിറന്നില്ല. രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ കാര്യങ്ങൾ കടന്നുപോയി. രണ്ടാം പകുതിയിലൊക്കെ ക്രിസ്ത്യാനോ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഐസൊലേറ്റഡ് ആയ പോലെയായിരുന്നു. അദ്ദേഹത്തിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ പോർച്ചുഗൽ മടിക്കുന്ന പോലെ തോന്നി. എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോ നൽകിയ ഒരു കിടിലൻ പാസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അത് അടിച്ചത് വളരെ വലിയ വ്യത്യാസത്തിൽ പറന്നു പോവുകയാണ് ചെയ്തത്. എന്തായാലും പിന്നീടൊന്നും സംഭവിച്ചില്ല. കളിയിൽ ഗോൾ രഹിതമായിട്ട് എക്സ്ട്രാ ടൈമും അവസാനിക്കുന്നു. 90 മിനിറ്റും ഗോൾ രഹിതം, എക്സ്ട്രാ ടൈമും ഗോൾ രഹിതം. അങ്ങനെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തങ്ങളുടെ ആദ്യ ഷോട്ട് ഒസ്മാൻ ഡംബലയിലൂടെ ഫ്രാൻസ് വലയിലേക്ക് എത്തിച്ചപ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് ആയിട്ട് ആദ്യ കിക്ക് വലയിലേക്ക് അടിച്ചു. പിന്നെ യൂസുഫ് ഫഫാനോ, റൂൾസ് കോണ്ടെ, ബർക്കോള, തിയോ ഹെർണാണ്ടസ് എന്നിവരൊക്കെ ഫ്രാൻസിനായിട്ട് ലക്ഷ്യം കണ്ടപ്പോൾ ബെർണാഡോ സിൽവയും ന്യൂനോ മെൻഡസും പോർച്ചുഗലിൻ്റെ കിക്കുകൾ വലയിലേക്ക് എത്തിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജാവോ ഫെലിക്സ് മിസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഷോട്ട് പോസ്റ്റിലടിച്ചു മടങ്ങി. അതോടുകൂടി ഫ്രാൻസ് സെമി ഫൈനലിലേക്കും പോർച്ചുഗൽ ടൂർണമെൻറ്റിൻ്റെ പുറത്തേക്കും പോയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.